പ്രിയ ദേശനിവാസികളെ, നമ്മൾ കേട്ട പാട്ട് പോലെ എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഗീതമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഈ ഭൂമി വിട്ട് മറ്റൊരു ദേശമുണ്ടെന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. അല്ലാതെ ബൈബിളിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെല്ലാം ക്രിസ്തീയ മതവിശ്വാസികളുമാണല്ലോ. അതായത് ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം ഒരിക്കലും മാറ്റമില്ലാത്തതും ഇളക്കമില്ലാത്തതും അടിസ്ഥാനമായിരിക്കുന്ന ഒരു നഗരം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ചെറിയ പ്രസംഗത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികളാണ്, യാക്കോബക്കാരുണ്ട്, മർത്തോമക്കാരുണ്ട്, ഇതര മതവിഭാഗങ്ങൾ, കത്തോലിക്കരൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ, ഈ ശരീരം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ, നമ്മുടെ ആത്മീയ ശരീരം അക്കരെ ദേശത്ത് ചെന്നെത്തും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് കൂടെ അവൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഞാൻ ഇരിക്കും എന്ന് ഉറപ്പുള്ളവര് എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രിയപ്പെട്ടവരെ, വെറുതെ ചിന്തിച്ചാൽ പോരാ, വെറുതെ എന്താണ് പാഴ്വാക്ക് പറഞ്ഞാലും പോരാ. ഞാൻ നിങ്ങളോട് പറയുന്നത് പാപമോചനം മാത്രമാണ്. അതായത് നിങ്ങളുടെ കഷ്ടം മാറുന്ന വിഷയം ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ കടം വീട്ടുന്ന കാര്യം പറയുന്നില്ല, ഇവിടെയുള്ള രോഗികൾക്ക് സൗഖ്യം വരാൻ വേണ്ടി ഞാൻ പറയുന്നതുമില്ല. അതൊക്കെ ദൈവം തന്നാലും തന്നില്ലേലും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മരണമുണ്ട്. ഈ ഭൂമിയിൽ സകല സമ്പത്തും അനുഭവിച്ചാലും, ഈ ഭൂമിയിൽ നമ്മൾ സകല മനുഷ്യരുടെ മുമ്പിൽ രാജാക്കന്മാരായിട്ട് ജീവിച്ചാലും, എല്ലാവരും പ്രഭുക്കന്മാരോ ദരിദ്രന്മാരോ യാചകന്മാരോ നേതാക്കന്മാരോ ആരുമായിക്കട്ടെ, നമുക്കൊരു മരണമുണ്ട്. എല്ലാ ജാതി മതസ്ഥരോടും പറയുന്നു, നമുക്കൊരു മരണമുണ്ട്. എല്ലാവരുടെയും മരണം തുല്യമാണ്. എല്ലാവരുടെയും ജീവിതം ഏകദേശം തുല്യമാണ്. ചിലരൊരു വലിയ വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ. അതിപ്പോഴില്ലയോ പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കുണ്ടായിരുന്നു നല്ല വീട്? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് അവർ വിദ്യാസമ്പന്നരായിട്ട് ജോലി തേടി വിദേശ നാടുകളിലേക്ക് പോയി അല്പം പണം ഉണ്ടാക്കി നമ്മളിതൊരു വീട്ടിൽ താമസിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബാല്യകാലങ്ങളോ, നമ്മുടെ കഴിഞ്ഞകാല ബാല്യ കൗമാര യൗവന കാലങ്ങളോ എത്രയോ ദരിദ്രമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും ദൈവം കൃപ തന്ന്, കർത്താവ് കൃപ തന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാക്കി. ശരിയല്ലേ? കർത്താവ് കൃപ തന്നാൽ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നു. പ്രിയപ്പെട്ടവരെ, അത് തെറ്റായിരിക്കുന്ന ഒരു വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ എല്ലാ ജാതി മതസ്ഥരും പറയും, ഹിന്ദുക്കളും പറയും ദൈവത്തിന്റെ കൃപയാണെന്ന് പറയും. ദൈവം ആരെന്നോ കൃപ എന്തോന്നും അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം പാപികളായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ സ്വയം ചുമലിലേറ്റി നമുക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു മരിച്ചതാണ് ദൈവത്തിന്റെ കൃപ. അതായത് ഞാൻ മരിക്കേണ്ടതിന് പകരം നമ്മുടെ പാപങ്ങളെ ദൈവം തന്റെ പുത്രന്റെ ചുമലിൽ കൊടുത്തിട്ട് ആ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റതാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവകൃപ. അതെന്തിനാ പ്രിയപ്പെട്ടവരെ? ഈ ദൈവകൃപ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനാ പ്രിയപ്പെട്ടവരെ? ഞാൻ ക്രിസ്തീയ മതവിശ്വാസികളോട് സംസാരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട, എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? എന്താണ് ദൈവകൃപ നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിച്ചത്? പ്രിയപ്പെട്ടവരെ, അത് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയിട്ടേ അല്ല. നോക്കുവിന്, നിങ്ങളുടെ തെറ്റായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാനോ ജോലി കിട്ടാനോ വിദേശ രാജ്യങ്ങളിൽ പോകുവാനോ ഒന്നും യേശു ക്രിസ്തുവിന്റെ ആവശ്യമില്ല. ദൈവകൃപയുടെ ആവശ്യവുമില്ല. ഇവിടെ എന്താണ്? അഹങ്കാരികള്, ദൈവമില്ലെന്ന് പറയുന്നവരൊക്കെ ഇവിടുന്നാണ് ഉന്നതമായിരിക്കുന്ന പദവി കൈയാളുന്നുണ്ട്. അതേ പ്രിയപ്പെട്ട, രാഷ്ട്രീയ നേതാക്കന്മാര് പലരും ദൈവമേ ഇല്ലെന്ന് പറയുന്നവരാണ്. അനേക സമ്പന്നന്മാരും യേശു ക്രിസ്തുവിന് വിരോധമായിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏതൊന്ന് നേടുവാനും ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിന് ആവശ്യമില്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങളോട് ഞാൻ വളരെ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയട്ടെ. യേശു ക്രിസ്തു മരിച്ചു ആവട്ടെ, നിങ്ങൾ അത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഇല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ളൊരു കാര്യം ഇന്നേ വരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ പാട്ട് പാടിയപ്പോ പറഞ്ഞല്ലോ, നമുക്കൊരു അക്കരെ ദേശമുണ്ട്. ഈ ഭൂമി വിട്ടുകഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു മറുദേശമുണ്ട്. അതിപ്പോൾ നമ്മൾ വിശ്വാസത്താൽ മാത്രമേ കാണുകയുള്ളൂ. നമ്മളിപ്പോൾ നേരിൽ കാണുന്നില്ല. എന്നാൽ ശരീരം വിട്ടുകഴിഞ്ഞാൽ നമ്മളത് നേരിൽ കാണും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ നിത്യരാജ്യത്തിലേക്ക്, ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രവേശനം സാധ്യമായോ? അത് ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം. ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം. നിങ്ങൾ ഡൽഹിക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, പ്ലെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ വിദേശത്ത് പോകാൻ ഒരു വിസ തരപ്പെടുത്തിയാൽ, അത് ഈ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് വേണം മരിക്കാന്. പ്രിയപ്പെട്ടവരെ, അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഉള്ളത് എന്റെ ഇഷ്ടപ്രകാരമല്ല. ഇന്നലെ രാത്രികാലം ദൈവം ഒരു ദർശനമോ സ്വപ്നമോ എനിക്ക് തന്നു, ഈ റോഡിൽ നിന്ന് പ്രസംഗിക്കണം, അത്രേ എനിക്ക് അറിയത്തുള്ളൂ. അത് മറ്റൊരു ദൈവദാസ് എന്നോടൊന്ന് പറഞ്ഞു, ഇവിടെ ഇത് പ്രസംഗിക്കണം. എന്നാൽ പ്രഭാതത്തിൽ ഞാൻ മറന്നുപോയി. തിരക്കിനിടയിൽ സന്ധ്യയ്ക്ക് പെട്ടെന്ന് ദൈവം തട്ടി ഉണർത്തി
ഓർപ്പിച്ചു, ഇവിടെ പ്രസംഗിക്കാനുണ്ട്, നാളേക്ക് മാറ്റി വെക്കത്തില്ല. കാരണം ഇന്ന് രാത്രികാലമാണ് നിന്റെ രക്ഷാദിവസമെങ്കിൽ ഞാനായിട്ട് ഇതിനെ തടസ്സപ്പെടുന്നത്. എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനായിട്ട് തീരത്തില്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാവരും കേട്ടുകൊള്ളുവിന്. നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ ഞാൻ പ്രസംഗിച്ചെന്നിരിക്കും, പക്ഷെ യേശുക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരുടെയും വിശ്വാസത്തിന് അനുകൂലമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു പറഞ്ഞ വചനവും അപ്പോസ്തലന്മാര് പഠിപ്പിച്ച വചനവും നമ്മുടെ ക്രിസ്തീയ മതവിശ്വാസികൾ എന്നാണ് എടുത്തിട്ടില്ല. അവർ മതഭക്തിയിലും പാരമ്പര്യത്തിലും നിന്നുകൊണ്ട് സ്ത്രീഹന്മാരുടെ കൽപ്പനകളെ നിഷേധിച്ചു എന്നൊരു കാര്യം നിങ്ങളുടെ ആദ്യമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കും ദേഷ്യമൊന്നും തോന്നല്ലേ, സത്യമാ പറയുന്നത്. ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടവന്. അതേപോലെ കാരണം യേശുക്രിസ്തുവിനെ പറ്റി ഒരു ക്രിസ്ത്യാനി എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? സകല സൃഷ്ടികളോടും സുവിശേഷം പറയാനല്ലേ? അതല്ലേ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യം. പക്ഷെ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ ഒരു ജ്ഞാനായക്കാരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ AD 345 ഇവിടെ വന്ന. ഞാൻ ചോദിച്ചു, എന്തിനാ വന്നേ? ഞങ്ങളുടെ പിതാക്കന്മാര് സുവിശേഷം പറയാൻ വന്നാന്ന് പറഞ്ഞു. അവരാരോടും പറഞ്ഞതില്ലെന്ന് മാത്രമല്ല, ബൈബിളിന് നേരെ തല തിരിച്ച് അവർ വായിച്ചും തല തിരിച്ച് അവർ എന്താണ് ചെയ്യാനും തുടങ്ങി. അതായത് മുകളിൽ സ്വർഗത്തിലാകട്ടെ, താഴെ ഭൂമിയിലാകട്ടെ, ഭൂമിക്ക് താഴെ സമുദ്രത്തിലാകട്ടെ, യാതൊന്നിന്റെ പ്രതിമ സൃഷ്ടിക്കല്ലെന്ന് പറഞ്ഞെടുത്ത്, നമസ്കരിക്കലെന്ന് പറഞ്ഞെടുത്ത് സകല പ്രതിമകളെ സൃഷ്ടിച്ച് നമസ്കരിക്കുന്നവരായിട്ട് തീർന്നു. അവർ സുവിശേഷം പറയാനായിട്ട് വന്നാന്നോ? അല്ല. അവർ യഹൂദന്മാരാണോ? അല്ല. അവരങ്ങനെയൊക്കെ അങ്ങ് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോന്നും അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോന്നും അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷെ അത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളുമായിട്ട് ഒത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അതുമായിട്ട് ഒത്തുപോകത്തില്ല. ആ ബൈബിളുമായിട്ട് നമ്മൾ ഒത്തുപോയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ ദൈവരാജ്യത്തെ പറ്റി പറയാം. നിങ്ങളിൽ ഒരാൾക്ക് പാപമോചനം നേടാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്ക് ചെല്ലാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാപമോചനം നേടിയോ? അപ്പൊ ഇതാ ഒരു അമ്മച്ചി അവിടെ ചില ദേഷ്യത്തിൽ പറയാണ്, പിന്നെ പാപമോചനം തനിക്ക് കിട്ടിയോടോ? എനിക്ക് കിട്ടി, എനിക്ക് പാപമോചനം കിട്ടി, അതുകൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പാപമോചനം നേടാൻ വേണ്ടിയിട്ടല്ല, നേടിയത് കൊണ്ട് അവിടെ പ്രസംഗിക്കുന്നത്. അമ്മച്ചി, എനിക്ക് പാപമോചനം കിട്ടി എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോഴും അമ്മച്ചിക്ക് ഒരു സംശയമുണ്ട്. എന്താണെന്നറിയാമോ? എടാ, ആരുണ്ടാ നല്ലവന്? ഒരുത്തം പോലും നല്ലവനില്ലെന്നില്ലയോ ബൈബിൾ പറയുന്നത്? അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അത് വിശ്വാസമാണ്. കാരണം എന്താണ്? നീതിമാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്യുന്ന അറിയത്തിൽ പോകട്ടെ, ഞങ്ങളും പോകട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചി, അങ്ങനെയല്ല കാര്യങ്ങള്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നുള്ള വചനം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പുള്ള കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്നറിയാമോ? നീതികെട്ട നമ്മളെ തന്റെ രക്തത്താൽ നീതീകരിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമാക്കി തീർക്കേണ്ടതിന് ക്രിസ്തുവിന്റെ വിശുദ്ധ നിണം ഭൂമിയിൽ ചൊരിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? അതായത് യേശുക്രിസ്തുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിഞ്ഞത് ആ പാപികളായിരിക്കും നമ്മുടെ പാപങ്ങളെ മാറ്റി നമ്മളെ എന്താണ് നീതീകരിക്കാനായിട്ടാണ് ആ നീതിയുള്ള രക്തം ചൊരിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഇപ്പോഴും ഞാൻ പാപിയാണെന്ന് ഒരുത്തൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. അവന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ രക്തം ലൈവായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും സമ്പൂർണ്ണമായിട്ടും വാഷ് ചെയ്യാൻ കഴുകുവാനായിട്ട് ഇന്നുമുണ്ട്. ആ രക്തത്തിൽ നിങ്ങൾ കുളിച്ചോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നിങ്ങൾ കുളിച്ച് നിങ്ങൾ വിശുദ്ധരായിട്ട് തീർന്നോ എന്നുള്ളതാണ് ദൈവത്തിൽ നിങ്ങളോട് ചോദിക്കുവാനുള്ള കാര്യം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ രക്തം ഭൂമിയിലേക്ക് ചൊരിയപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറു ചോദ്യം, അമ്മച്ചിക്ക് ഇപ്പൊ സംശയം തറിയാണ്. എന്താണ്? അപ്പൊ ഇപ്പന്റെ പാപം എന്തുവാ? ഈ ദൈവത്തിന് ഈ പാപം എന്തിനാ മനുഷ്യന് കൊടുത്തേ? പ്രിയപ്പെട്ടവരെ, ദൈവമല്ല മനുഷ്യന് പാപം കൊടുത്തത്. പിന്നെയോ പാപം നമുക്ക് വേറൊരു വഴി കൂടെ വന്ന്. എന്താണെന്നറിയാമോ? ഞാൻ ആ ചരിത്രം കൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിലും മനസ്സിലായിട്ടില്ല, ഞാനത് മനസ്സിലാക്കി തരാം. ശാന്തതയോടൊന്ന് കേട്ടോണേ പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ഞാൻ ഇച്ചിരി ഉറക്കെയും ധൈര്യത്തോടും പറയുന്നെങ്കിലും ഒരു ഹൃദയത്തിന് മനസ്സലിവുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ ഒരു നാളും നമുക്ക് ദൈവരാജ്യത്തിൽ അവകാശമാക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ഏത് ക്രിസ്തീയ മതവിശ്വാസങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പള്ളിയിലെ പുരോഹിതനായിക്കോട്ടെ, പാപിയായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, പാപിയായിട്ടാണ് നിങ്ങൾ അടക്കപ്പെടുന്നതെങ്കിൽ ഒരു നാളും ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. പിന്നെ എവിടെ ചെല്ലാൻ പറ്റും? ഒരു നാളും മാറ്റമില്ലാത്ത നിത്യ നരകാഗ്നിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോകും. അതുകൊണ്ട് ഹൃദയത്തിന്റെ വേദനയുണ്ട്, നിങ്ങളോട് മനസ്സലിവുണ്ട്, ആർദ്രതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം, സത്യസുവിശേഷം അല്പനേരം കൂടി നിർത്തുമ്പോഴേ ശാന്തതയോടെ കേട്ടുകൊള്ളുവേൻ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമ്മൾ മരണം വഴിയായിട്ട് ഭൂമി കടന്നു പോകും. മരിച്ചവരെല്ലാവരും വീണ്ടും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കൂടി വരുന്ന നാളില് നമ്മൾ വീണ്ടും കാണും. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷകൻ നിങ്ങൾ എത്ര സ്നേഹിച്ചുവെന്നും അവന്റെ ആഗ്രഹം എന്താണെന്നും ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി മുഴുവനും ദുഷ്ടന്റെ അധികാരത്തിൽ കിടക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഭൂമി ദൈവത്തിന്റെ രാജ്യമായിട്ട് വന്നിട്ടില്ല. ഈ ഭൂമി ഇപ്പോഴും ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയവും വാഴുന്നത് സാത്താനാണ്. സാത്താന്റെ അധികാരത്തിന് കീഴിലാണ് ഈ ഭൂമി ഇപ്പോഴും കിടക്കുന്നത്. അതിന്റെ
അതിന്റെ തെളിവ് എന്താണ്? ഈ ലോകത്തിൽ കാണുന്ന എല്ലാ നികൃഷ്ടതകളും എല്ലാ ദുഃഖത്തിന്റെയും കാരണം സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സാത്താന്റെ അധികാരം ആരാണ് കൊടുത്തത്? ദൈവമാണോ കൊടുത്തത്? അല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ടൊരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശാസ്ത്രം മുതി നിങ്ങൾ അറിയുന്നു. ഞാൻ വേഗം പോകുന്നു. പ്രിയപ്പെട്ട, ഒരേ ഒരു പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. 2 പേരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം. അതായത് ഈ ഭൂമിയിൽ ഒരേ ഒരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. ഞാൻ ക്രിസ്തീയ മതവിശ്വാസികളുടെ സുവിശേഷം പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ പാപികളാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് അവര് പറയും ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നു. പ്രിയപ്പെട്ട, ഇത്രമാത്രം മൂഢമായിരിക്കുന്ന ഒരു വിശ്വാസം നിങ്ങൾ പുലർത്തല്ല. സത്യമതല്ല. നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാ. ഈ ഭൂമിയിൽ ജനിച്ച സകല ജാതി മതസ്ഥരും, ഞാൻ ഹിന്ദു ആയിരുന്നപ്പോഴും മറ്റൊരുത്തൻ മുസൽമാനായിരിക്കുമ്പോഴും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും എല്ലാം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെങ്കിലും പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് സാത്താന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ആദമിന്റെ രക്തത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ജനിച്ചത്. ഞങ്ങൾ പാപികളും ദോഷികളുമെന്ന് നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഏറ്റുപറയുമ്പോൾ അർത്ഥം എന്തെന്നറിയാമോ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? ദൈവമേ നീ ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമ്മളെ പറ്റി നമ്മൾ വിധിക്കും ഞാനോ പാപിയും ദോഷിയും. ആ വാക്കിൽ തന്നെ നിങ്ങൾ നരകാഗ്നിയിലേക്കാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കാലവും ജീവിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവം പാപിയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരണമോ? മനുഷ്യൻ വിശുദ്ധനായിട്ട് സ്വർഗത്തിലേക്ക് കയറി പോകണമോ? ഏതാ യോഗ്യം? ഒരിക്കലും ദൈവത്തിൽ പാപം വസിക്കത്തില്ല. അവൻ പാപിയായിട്ട് ഇറങ്ങി വരുത്തുമില്ല. എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മഹത്വം എന്താണ്? നമുക്ക് വിശുദ്ധന്മാരായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ഒരു വഴിയാണ് യേശു ക്രിസ്തു. അവനതാണ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയെന്ന്. പാപിയായിരിക്കും നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാക്കി സ്വർഗത്തിലേക്ക് കരയേറ്റി കൊണ്ടുപോകാൻ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആകാശത്തെയും ഭൂമിയെ താനാണ് സൃഷ്ടിച്ചത്. ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും ദൈവവചനമാണ് സൃഷ്ടിച്ചത്. ആ വചനം ക്രിസ്തുവിന്റെ ഒരു മറ്റു പേരാണ് വചനം, ദൈവവചനം. അതേ ദൈവപുത്രൻ എന്നും അവന് പേര്. അങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഈ ദൈവപുത്രന് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മരിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ആദം ചെയ്ത പാപത്താല് ഈ സർവ്വഭൂമിയും പാപം പൂർണ്ണമായിട്ട് തീർന്നപ്പോഴ് ഈ ദുഷ്ടലോകത്തും നമ്മളെ രക്ഷിക്കാൻ അത്രേ യേശു ക്രിസ്തു ഇറങ്ങി വന്നത്. നിങ്ങളുടെ വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പൻ അറിയാം, അപ്പൻ സ്വന്തം പ്രാണനെ കൊടുത്താണെങ്കിലും ആ കുഞ്ഞിനെ തീന്ന് വലിച്ചെടുക്കുന്ന പോലെ ഈ ദുഷ്ടലോകത്ത് നമ്മളെ സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കുവാന് യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട, പാപത്തിന്റെ ഭയങ്കരത്തെ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു മനുഷ്യൻ ചെയ്ത പാപത്താലാണ് ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ആ ഓരോ ഒരു പുരുഷന് ദൈവം ഈ സകല ഭൂമിയും അധികാരത്തിൽ കൊടുത്തിരുന്നു. അവനെ സൃഷ്ടിച്ച നാളിൽ ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവാൻ അധികാരം കൊടുത്തിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ പാപം ചെയ്ത നാളിൽ പിശാചിന് കീഴടങ്ങി. നിങ്ങൾക്കറിയാമോ, പാപം ചെയ്തവൻ പിശാചിന് കീഴടങ്ങിയാണ്. നിങ്ങൾ ഓരോ വട്ടവും പാപം ചെയ്യുമ്പോൾ പിശാചിന് കീഴടങ്ങി ാണ്. അല്ലയോ, നീ കള്ളു കുടിക്കുമ്പോൾ പിശാചിന് കീഴടങ്ങിയാണ്. നീ യേശു ക്രിസ്തുവിനെ വിട്ട് വേറെ ഏതൊന്നിനെ ആരാധിക്കുമ്പോൾ പിശാചിന് കീഴടങ്ങിയാണ്. അവൻ നിന്റെ മേൽ രാജ്യത്വം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ വിട്ട് മറ്റ് രൂപങ്ങളെ ആരാധിക്കുന്ന എല്ലാവരുടെയും വീട് നശിച്ചു പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സാത്താന് നിങ്ങൾ വഴി തുറന്നു കൊടുക്കുകയാണ്. സാത്താന് നിങ്ങൾ അവകാശം ചൊല്ലിക്കൊടുക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, അന്യദേവന്മാരെ സേവിക്കുന്നവരുടെ വേദന വർദ്ധിക്കുമെന്ന് ഇതാ 16-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നിങ്ങൾ എടുത്തു വായിച്ചു. യേശു ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ ഏതൊരു രൂപത്തെ വണങ്ങിയാലും, ഏതൊരു വ്യക്തിയെ നിങ്ങൾ വേറെ ഏതൊരു നാമത്തെ നിങ്ങൾ അംഗീകരിച്ചാലും നിങ്ങൾ കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് പോവുകയാണ്. സാത്താന് നിങ്ങൾ അധികാരം കൊടുക്കുകയാണ്. അവൻ വരുന്നത് എന്താണ്? മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിവുള്ളതില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ നോക്കുവിന്, ആദം ചെയ്ത പാപത്താൽ സർവ്വഭൂമിയും സാത്താന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് വന്നുവെങ്കിൽ ലോകാവസാനത്തിങ്കൽ ഈ സാത്താന് അധികാരം പ്രാപിച്ചിരിക്കുന്ന ദുഷ്ടലോകത്തുനിന്ന് നമ്മളെ വീണ്ടെടുത്ത് നീതീകരിച്ച് നീതിമാന്മാരായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിട്ട് തന്റെ പുത്രനെ അയച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യാഗത്താൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടത്തില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം കൊടുത്താൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടത്തില്ല. നിങ്ങളുടെ സകല സമ്പത്തും വിറ്റ് നിങ്ങൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും പാപമോചനം കിട്ടത്തില്ല. കാരണം എന്താണ്? പാപം മോചിച്ച് കിട്ടണമെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന മറുവില ദൈവകോടതിയുടെ മുമ്പിൽ കൊടുക്കണം. നിങ്ങൾ ഒരു കുറ്റത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ കോടതി ജാമ്യം കിട്ടണമെങ്കിൽ കോടതിയിൽ എന്താണ്? ആ
ജഡ്ജി പറയുന്ന ഒരു തുക കെട്ടിവെക്കുന്ന പോലെ ഇത് ദൈവത്തിനല്ല സാത്താനുമല്ല കൊടുക്കുന്ന. പിന്നെയോ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നിന്റെ ആത്മാവിന് തുല്യമായിരിക്കുന്ന ഒരു വില കെട്ടിവെക്കണമായിരുന്നു. അത് എത്രയാണ് നിങ്ങൾക്ക് പറയാമോ? നിന്റെ ആത്മാവിന്റെ വില എത്രയാണെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ ഇവിടെ 20 ഏക്കർ റബ്ബറും തോട്ടമുള്ളവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവാം. അത് മുഴുവൻ വിറ്റാലും നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിലയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 1,00,000 കോടി രൂപ കൊടുത്താലും നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വില സാധ്യമാകത്തില്ല. നീ അതിനേക്കാളും വിലയേറിയ ഒരു വ്യക്തിത്വമാണ്. ആകാശവും ഭൂമിയും തൂക്കി വിറ്റാലും നിനക്ക് തുല്യമായിരിക്കുന്ന ഒരു വില കിട്ടാത്തത് കൊണ്ട് ദൈവം നമ്മളോട് കരുണ കാണിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് മറുവിലയായിട്ട് ദൈവം വെച്ചു. അതെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും യഥാർത്ഥമായിരിക്കുന്ന വില യേശുക്രിസ്തുവിന്റെ ജീവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പ് വില യേശുക്രിസ്തുവിന്റെ ജീവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചിരിക്കാല് നമുക്കുള്ള വീണ്ടെടുപ്പ് വില ദൈവരാജ്യത്തില്, അല്ലെങ്കിൽ എന്താണ്, സ്വർഗരാജ്യത്തിൽ നമ്മളെ നേടേണ്ടതിന് ദൈവകോടതിയുടെ മുമ്പിൽ അർപ്പിക്കുവാനായിട്ടാണ് അവൻ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ അവൻ സ്വയം ചുമന്നുകൊണ്ട് ക്രൂസിന്മേലേക്ക് പോയിട്ട് നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടതിന് പകരം യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിക്കേണ്ടി വന്നു. അയ്യോ, ഇതുപോലൊരു സ്നേഹം ബാക്കിയുണ്ടോ? ഇതുപോലൊരു സ്നേഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പാപികളായിരിക്കുന്ന ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുന്ന നമുക്ക് പകരക്കാരനായിട്ട് ഇതാ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുകയാണ്. അതിന്റെ ഇടഭാഗങ്ങളെല്ലാം ഞാൻ വിട്ടുകളയാണ്. എങ്കിലും ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില്, ആ ഗോൽഗോഥ മലമുകളില്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോഴ് അവന്റെ ശരീരത്ത് ഓരോ വട്ടവും ചാട്ടവാറ് വീശി റോമൻ പടയാളികള് ആഞ്ഞടിക്കുമ്പോഴ് അതിനെല്ലാം ഉത്തരവാദി നീയാ. നിന്റെ അതിക്രമ നിമിത്തം അവൻ അടിയേറ്റത്, നിന്റെ അകൃത്യ നിമിത്തമാണ് അവൻ ദണ്ഡനം ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടേറ്റത് വഴി അവൻ ക്രൂശിൽ അടിയേറ്റ് തകർക്കപ്പെട്ടു. എന്നിട്ടോ കണ്ടോ, അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ മരക്കുരിശും തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോഴ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ഭാരം ആ ക്രിസ്തുവിന്റെ ബലഹീനമായിരിക്കുന്ന ശരീരത്തിൽ താങ്ങുവാൻ കഴിയുന്നില്ല. അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിന് നിന്റെ പാപഭാരം ചുമക്കുവാൻ കഴിയുന്നില്ല. അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട. ഇതാ പത്രോസ്ലീഹ പറയുന്നു, അവൻ സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേലേക്ക് കയറി. അതേ, യെശയ്യാവ് വിളിച്ചു പറയുന്നു, നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. അതേ, നമ്മുടെ വേദനകളെ, രോഗങ്ങളെ അവൻ വഹിച്ചു. അതേ, നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ട് അവൻ ഇതാ കുരിശുമരം ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോഴ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട് കനമേറിയതാണെന്ന്, അവനതെന്താണ്, വേച്ച് വീഴാൻ തക്കവണ്ണം നിന്റെ പാപ ചുമട് കർത്താവിന്റെ പരിശുദ്ധന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കഴുകുമരം, കുരിശുമരം നമ്മുടെ പാപമാണ്, നമ്മുടെ പാപഭാരമാണ് അവന്റെ തോളിലിരിക്കുന്നത്. അതുകൊണ്ടെന്താണ്, അതേ പാപത്തിൽ അവനെ ആണിയടിക്കേണ്ടി വന്നു. അതേ കുരിശ് മരത്തിൽ അവനെ ആടിയടിക്കേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ പാപത്തിലാണ് അവനെ ആടിയടിക്കേണ്ടി വന്നത്. നീ പാപം ചെയ്തുകൊണ്ടാണ് ക്രിസ്തു മരിക്കേണ്ടി വന്നത്. ഞാൻ ആദ്യം ചോദിച്ചു, യേശു ക്രിസ്തു മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പാപം ചെയ്തുകൊണ്ട് ക്രിസ്തു മരിക്കേണ്ടി വന്നു. ഞാൻ പാപിയായിട്ട് ജനിച്ചത് വഴി ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു. അതേ പ്രിയപ്പെട്ടവര്, എന്നെ വീണ്ടെടുപ്പാനായിട്ട്, എന്റെ വീണ്ടെടുപ്പ് വില മറുവില കൊടുപ്പാന് ആ ദൈവപുത്രന്റെ പ്രാണനല്ലാതെ മറ്റൊന്നുമില്ല. അത്രത്തോളം വിലയേറിയ മറ്റൊന്നും സ്വർഗത്തിൽ ഇല്ലാത്തത് കൊണ്ട് സ്വർഗത്തിലെ രക്തഖചിതമായിരിക്കുന്ന മതില് പൊളിച്ചല്ല എനിക്ക് പകരം വെച്ചത്. സ്വർണ്ണ തെരുവീതികളായിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അടക്കിയല്ല എനിക്ക് മറുവില വെച്ചത്. പിന്നെയോ തന്റെ ഏകജാതനായ പുത്രനെ തന്നെ എനിക്ക് പകരക്കാരനായിട്ട് ദൈവം വെച്ചെങ്കിൽ ഞാൻ എത്രമാത്രം വിലയേറിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിച്ചത് മതി, യേശുക്രിസ്തുവിനെ വിട്ട് ലോകസ്നേഹം നടത്തിയത് മതി. അവൻ സ്വർഗം വിട്ടായി ഇറങ്ങി വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ എത്ര മനോഹരവും മഹത്വകരമായിരിക്കുന്ന പദവികളെ അവൻ വിട്ടുകളഞ്ഞിട്ട് അവൻ ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് നിന്നോടുള്ള സ്നേഹമാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗത്തെക്കാൾ ഉപരി നിന്നെ സ്നേഹിച്ചെന്ന്, യേശുക്രിസ്തു സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകളെക്കാൾ ഉപരി ഈ പാപിയായിരിക്കും നിന്നെ അധികമായിട്ട് സ്നേഹിച്ചതുകൊണ്ട് അവൻ അത് നിനക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളഞ്ഞതാണ് വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ യേശുക്രിസ്തു അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഈ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായിട്ട് കീറിപ്പോയി. ഞാൻ വീണ്ടും പറയുന്നു, അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളെ, ഈ തിരശ്ശീല കീറിക്കളയുവാനായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ആ ക്രൂശിന്മേൽ കയറിയത്. ആ തിരശ്ശീല നിൽക്കുമ്പോളം നാം ദൈവത്തിന്റെ ശത്രുക്കളാണ്. എന്താണ് ഈ തിരശ്ശീല എന്നറിയാമോ? ഇന്നും പള്ളികളിൽ ഒരു തിരശ്ശീല തൂക്കിയിട്ടില്ലയോ? ആ തിരശ്ശീലയുടെ അർത്ഥം എന്താ പറയുമ്പോ യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്നാ. ഇന്ന് നിങ്ങൾ പള്ളികളിൽ ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നെങ്കിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തെ തുടർന്ന് പാപിയായിട്ട് മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നോക്കുവിന് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെയും രണ്ടായിട്ട് ചീന്തിപ്പോയെന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഇന്നും തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് കർത്താവേ ഞങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിങ്ങൾ നരകത്തിലേക്ക് പോകുമായിരുന്നില്ല. ഈ തിരശ്ശീല ദൈവവും
ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ശത്രുത്വമാണ്. എന്തുകൊണ്ട്? പാപത്താൽ ഉളവായി വന്ന ശത്രുത്വം. ആദം പാപം ചെയ്ത നാളിൽ ദൈവവും മനുഷ്യൻ തമ്മിൽ ശത്രുതയിലായി. ആ ശത്രുത്വത്തിന്റെ ആ ഉദാഹരണമാണ് തിരശീല. ദൈവത്തിനും മനുഷ്യനും തമ്മിൽ മുഖാമുഖം കാണുവാൻ കഴിയാത്തവണ്ണം ആ തിരശീല കൊണ്ട് ദൈവമുഖം മറച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ ആ തിരശീല കീറിയത് വഴി ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാന് യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ മറ്റു വിധമായിരിക്കുന്ന പൗരോഹിത്യങ്ങളുടെ പ്രവൃത്തികളോ ഇല്ലാതെ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിരിക്കുന്ന നീതീകരണം, സ്വർഗീയ പ്രവേശനം ഇതാ സാധ്യമാക്കിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചോടി പൗരോഹിത്യ ശുശ്രൂഷ ഇല്ല, പൗരോഹിത്യം ഇനിയില്ല, തിരശീല ഇനിയില്ല. അതുകൊണ്ട് യാഗമില്ല, യാഗം നിർത്തലാക്കിയതുകൊണ്ട് പുരോഹിതന്മാരുടെയും ആവശ്യമില്ല. എല്ലാ ജാതി മതസ്ഥരും പറഞ്ഞു പൗരോഹിത്യം നമ്മളെ വഞ്ചിക്കുകയാണ്. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അധികാരത്തോടെ സുവിശേഷം പറയാൻ കഴിയത്തുള്ളൂ. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ എടുത്തു. അവൻ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. ഇതാ പാപത്തിന് മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. ന്യായപ്രമാണത്തെ അവൻ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി പറഞ്ഞ മറ്റൊരു പ്രസംഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വചനത്തെ പറ്റി ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഈ വിഷയത്തിൽ ഉത്തരം പറയാൻ ഞാൻ എന്താണ് ആ ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആകെയല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണഭാഷകളെ അഴിച്ചിട്ട് അവനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ട, ലോകത്തിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്, ലോകത്തിന്റെ വ്യവസ്ഥിതി മാറാൻ പോകുകയാണ്. യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉന്നതമായിരിക്കുന്ന കണ്ണുകൾ താഴ്ത്താൻ പോവുക. പുരുഷന്മാരെ, നിങ്ങളുടെ നെകളിച്ച കണ്ണുകൾ താഴ്ത്താൻ പോവുകയാണ്. ഇന്നലെ ജനിച്ച് നാളെ മരിച്ചു പോകുന്ന ഒരു പുഴു മാത്രമല്ലേ നീ. പക്ഷെ നമ്മുടെ ഉന്നത ഭാവം എത്രയാണ്, നമ്മുടെ അഹങ്കാരം എത്രയാണ് നോക്കാൻ. സ്വർഗം വിട്ട് ഇറങ്ങി വന്നതിന്റെ താഴ്മ കണ്ടോ? നീയോ നരകത്തിൽ ജനിച്ചവൻ, നരകത്തിലേക്ക് പോകുന്നവൻ. എന്നിട്ട് നിന്റെ താഷ്യം കണ്ടോ? ഞാൻ അങ്ങനെ താഷ്യത്തോടെ ജീവിച്ചൊരു അഹങ്കാരിയായിരുന്ന മനുഷ്യനാ. യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ സൗമ്യതയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ അവൻ ഇനിയും പാപികളെ തേടിയല്ല വിശുദ്ധന്മാരെ തേടി എത്ര വരുന്നത്. അന്ന് അവൻ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി എത്ര ലോകത്തിലേക്ക് വരുന്നത്. ഇന്നവൻ ഇനിയും വരുന്നത് പാപികളെ തേടിയല്ല, തന്റെ രക്തത്താൽ പാപമോചനം നേടിയ വിശുദ്ധന്മാരെ തേടി അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് രാജ്യത്തെ പ്രാപിച്ചിറങ്ങി വരുമ്പോൾ, ഭൂമിയുടെ ഏകാധിപതിയായിട്ട് അവൻ മടങ്ങി വരുമ്പോൾ എന്താണ് സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് ആ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ഈ വലുതും ഭയങ്കരവുമായിരിക്കുന്ന ആൾ അടുത്തിരിക്കാല് അവന്റെ അടുത്ത് നിങ്ങൾക്ക് പാപിയായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടണം. അയ്യടാ, കള്ളുകൂടിയ മാനസാന്തരപ്പെട്ട പോലെ ഞാനാണ് കള്ള തൊട്ടിട്ടില്ലെന്നാണ് ഒരുത്തം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകൂടി നിർത്തുന്ന നല്ല മാനസാന്തരം. പിന്നെ എന്താണെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കല്ല. സ്വർഗസ്ഥനത്ര നിങ്ങളുടെ പിതാവിനെ അല്ലാതെ ആ ദൈവത്തെ അല്ലാതെ ആരെയും പിതാവെന്ന് വിളിക്കല്ലേ. ആ സ്വർഗസ്ഥനത്ര നിങ്ങളുടെ പിതാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ ഒരു പുരോഹിതനെ പിതാവെന്ന് വിളിച്ചാൽ അത് ദൈവമെന്ന കുറ്റമല്ലേ? അതിനേക്കാളും വലിയ കുറ്റമുണ്ടോ? ഭൂമിയിൽ ഒരു പുരോഹിതനെ നിങ്ങൾ പിതാവെന്ന് വിളിച്ചാൽ ദൈവമെന്ന് ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞ നാവ് കൊണ്ട് ഞാൻ പാപിയും ദോഷിയുമാണെന്ന് പറഞ്ഞ ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പിതാവെന്ന് വിളിച്ചാൽ ഇത്രത്തോളം വലിയ പാപം വേറെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, തിരുമേനി എന്ന് വിളിക്കുവാൻ യോഗ്യൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദ്രവിച്ചു പോകാത്ത ഒരേ ഒരു ശരീരം, മരണത്തിന് അടിമപ്പെട്ടു പോകാത്ത അല്ലെങ്കിൽ മണ്ണിൽ ദ്രവിച്ചു പോകാത്ത ഒരേ ഒരു ശരീരം യേശുക്രിസ്തുവിന്റെ അത് മാത്രമാണ്. അവൻ മാത്രമാണ് തിരുമേനി എന്നുള്ള പദത്തിനും അവകാശി. അങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുന്ന പുഴു മരിച്ചു പോകുന്ന ശരീരമുള്ള പാപികളായിരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ തിരുമേനി എന്നോ പിതാവ് എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം ദൈവമെന്നാണ്. ഇതാണ് ഒന്നാമത്തെ പാപം. അതുകൊണ്ടാണ് ആദ്യം നിയമം കൊടുത്തപ്പോൾ ഒന്നിനെ നിങ്ങൾ നമസ്കരിക്കല്ല, രൂപമുണ്ടാക്കല്ലെന്ന് പറഞ്ഞത്. ഞാനല്ലാതെ ഒരു ദൈവമില്ല, ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിന്റെ നാമത്തിന് അല്ലാതെ മറ്റേതൊരു നാമത്തിന് നിങ്ങൾ ആരാധന കൊടുത്താലും പ്രിയപ്പെട്ടവരെ, പിശാചിനോട് കൂടെ നിങ്ങൾ നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകും. അപ്പോൾ ആ കാര്യത്തിൽ മാനസാന്തരപ്പെടേണ്ടിയോ? നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവേ, ഞാൻ ഇതെല്ലാം വിട്ടുകളിയാണ്. എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ അല്ലാതെ മറ്റൊരു നാമത്തെ ഞാൻ ആരാധിക്കത്തില്ല, മറ്റൊരു രൂപത്തെ ഞാൻ വണങ്ങത്തില്ല. അവൻ മാത്രം എന്റെ ഏകരക്ഷകനും എന്റെ ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് എന്റെ എല്ലാ മതഭക്തികളും പാരമ്പര്യങ്ങളും ഇന്നവരെ എന്നെ വഞ്ചിച്ച പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളും തള്ളിക്കളഞ്ഞ് ശ്രീഹന്മാരുടെ ഉപദേശത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഏകനെയുള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, സ്നാനമേക്കണം. സ്നാനം അതെ, ആ സ്നാനത്താലല്ലാതെ പാപമോചനമില്ല. മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞ് ആമേൻ പറയുമ്പോഴേ പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായിരിക്കുന്ന ജലസ്നാനമാണ് സ്നാനം. അത് മാനസാന്തരപ്പെട്ടിട്ട് സമ്പൂർണ്ണമായിട്ടും വെള്ളത്തിൽ നിങ്ങൾ നിമഞ്ജനം ചെയ്യപ്പെടുന്നതാണ്. ആ ക്ഷണത്തിൽ എന്താണ്, നിങ്ങൾ ആദമ്യ പാപത്തിന്റെ പാപി എന്നുള്ള പദവിയിൽ മരിച്ച് ആ ക്ഷണത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്ന്
കൊണ്ടുവന്ന് നിന്നെ വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിട്ട് വെള്ളത്തിൽ ഉയർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വിശുദ്ധനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പാപിയല്ലെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പാപമോചനം നേടിയത് ഈ സ്നാനത്തിലാണ്. ഈ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല. ഈ സ്നാനത്തെ എതിർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ അകന്നു പോവുകയാണ്. നിങ്ങൾ നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയിലേക്ക് പോവുകയാണ്. ഇതാ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളോടും പോയി സുവിശേഷം അറിയിക്കണം. ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റെന്നും രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ സുവിശേഷം പറയുമ്പോൾ ആരെങ്കിലും കേട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒന്നുകൂടെ പറയാൻ, വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാത്തവർ ശിക്ഷാവിധിക്ക് യോഗ്യരായിട്ട് തീരും, നരകവിധിയിലേക്ക് പോകും. അതിനകത്ത് യഹൂദനെന്നോ ഭർത്തോമെന്നോ കത്തോലിക്കെന്നോ യാക്കോബയെന്നോ ഇല്ല, ഹിന്ദുവെന്നോ ബ്രാഹ്മൺസ് എന്നോ ഇല്ല. ഏതൊരു പാപിക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് അവന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് നമ്മൾ ആദ്യം പാടിയത്. അക്കരെ ദേശം, അക്കരെ ഒരു ദേശം നമുക്കൊണ്ട് നമ്മൾ പാടിയില്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, അക്കരെ ദേശം പ്രാപിക്കണമെങ്കിൽ അത് വിശുദ്ധന്മാരുടെ നാടാണ്, പാപികളുടെ നാടല്ല. ആകിയാൽ മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്, സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുവിന്. എന്റെ ഭാര്യയുടെ വില്യച്ചൻ അദ്ദേഹം ഹിന്ദുവായിരുന്നു, പ്രായം കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആരും നിൽക്കണ്ട. 96 വയസ്സിൽ പരസ്യമായിട്ട് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായിരിക്കുന്ന ഒരു കുളത്തിൽ അദ്ദേഹം സ്നാനമേറ്റവനാ. 99 വയസ്സിൽ അദ്ദേഹം മരിച്ചത്. ഞാൻ പ്രായം കൂടിപ്പോയി എന്ന് പറഞ്ഞ ആരും ഈ രക്ഷ നഷ്ടപ്പെടില്ല. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാത്തവർ ശിക്ഷാവിധിയിൽ നരകവിധിയിൽ അടക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പദവി എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഒന്ന് മടങ്ങി വരികയോ നമ്മൾ മരിക്കുകയോ ചെയ്താൽ അവൻ നമ്മുടെ ധരിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നുകൊണ്ട് മരണമില്ലാത്ത ഒരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് 1000 വർഷം നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനോട് കൂടിയും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്കും പറന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ നിഷേധിച്ച് കേവലം മതഭക്തിയിലും പാരമ്പര്യത്തിലുമാണ് മരിക്കുന്നെങ്കിൽ, പാപിയായിട്ടാണ് പുരോഹിതന്മാർ ഉൾപ്പെടെ അടക്കപ്പെടുന്നെങ്കിൽ, പ്രിയപ്പെട്ട കണ്ണുനീരോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. അന്ന് പ്രിയപ്പെട്ടവരെ, ഈ പാപിയായിട്ട് അടക്കപ്പെട്ട പുരോഹിതന്മാർ ഉൾപ്പെടെ ഏത് ജാതി മതവിശ്വാസമായാലും ശരി, നിങ്ങൾ പാപിയായിട്ട് യേശുക്രിസ്തു രക്തം കൂടാതെയാണ്, ആത്മാവിനെ കൂടാതെയാണ് ഇവിടെ അടക്കപ്പെടുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, 1000 ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാന ദിവസം നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് ഇതേ രൂപത്തിൽ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. അവൻ നമ്മുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കും നരകാക്കിലേക്ക് തള്ളിക്കളഞ്ഞാല് അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാത്തത് കൊണ്ട് കാലവും സമയമില്ല. അത് എറ്റേണലാണ്, അത് ഇൻഫിനിറ്റിയാണ്, അത് നിത്യതയാണ്. ഒരു നാളും തീർന്നു പോകാത്ത നിത്യ നരകാക്കിയിലേക്ക് നമ്മൾ എന്നും എന്താണ് ചാകാത്ത പുഴും കേടാത്ത തീകാത്തും എന്നേക്കുമായിട്ട് നമ്മൾ വെന്തുരുകും. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതന്മാരെ ധൂവപ്രാർത്ഥന ഇതിനെ രക്ഷിക്കത്തില്ല. ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോൾ പിണ്ടാടി എന്നെ രക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അയ്യോ, നരകാക്കിയിലേക്ക് നമ്മൾ വീണാൽ ഒരു മടക്കി വരവില്ലേ? ആ നരകാഗ്നിയിലേക്ക് നമ്മൾ വീണാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ലേ? അത് എത്ര കോടി വർഷം ഒരു കണക്കില്ല പ്രിയപ്പെട്ട. അത് എത്രയാണ് എണ്ണൽ സംഖ്യയ്ക്ക് അവസാനമില്ലാത്തവണ്ണം ഒരിക്കലും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക്, നരകാഗ്നിയിൽ നിന്നും നിങ്ങളെ ദൈവത്തിന്റെ നീതിയിലേക്ക് മടക്കി വിളിക്കുന്ന ഈ സുവിശേഷത്തിന് ചെവി കൊഴുപ്പിന് മതഭക്തിയും പാരമ്പര്യം ഉപേക്ഷിച്ച് ദൈവകൃപയിലേക്ക് തിരിഞ്ഞുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.